ഹലോ ഫ്രണ്ട്സ്, MT വ്ളോഗിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളത് എൻ്റെതൊക്കെ ബ്രെയിൻ വേറെ ബ്രെയിനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കറിയില്ല നമ്മുടെ ബ്രെയിൻ ഏതാണെന്നുള്ളത്. നമ്മുടെ ബ്രെയിൻ ഏത് തരമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വ്യത്യസ്ത തരം ബ്രെയിൻ ഉണ്ട് മനുഷ്യർക്കെന്ന തിരിച്ചറിവും എൻ്റെ ബ്രെയിൻ ഏതാണെന്ന് സ്വയം തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ കൂടെ പെർഫെക്റ്റായിട്ട് ജീവിക്കാൻ പറ്റുന്നതാണ്. എന്തുകൊണ്ടാണ് ഞാൻ ചില മേഖലയിൽ വല്ലാതെ ഷൈൻ ചെയ്യുന്നതെന്നും വേറെ ചില മേഖലയിൽ എനിക്ക് നേരെ ഷൈൻ ചെയ്യാൻ പറ്റാത്തത് എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ സത്യത്തിൽ നമ്മുടെ ബ്രെയിൻ ഏത് തരമാണെന്ന് അറിയണം. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ബ്രെയിൻ ഏത് തരമാണെന്ന് മനസ്സിലാക്കാനുള്ള വഴികളും അതുവഴി നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ഫ്യൂച്ചറിലും എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് പരമാവധി ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരം വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതിലാദ്യമേ നമ്മൾ നോക്കുന്നത് ഏതൊക്കെ തരമാണ് ബ്രെയിനുള്ളതാണ്. പലതരത്തിലും ക്ലാസിഫൈ ചെയ്യുമെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ലോജിക്കൽ ബ്രെയിൻ ആൻഡ് ക്രിയേറ്റീവ് ബ്രെയിൻ, ഇങ്ങനെ രണ്ടായിട്ട് പറയാം. വേറെ രീതിയിൽ പറഞ്ഞാൽ ലെഫ്റ്റ് ബ്രെയിൻ ആൻഡ് റൈറ്റ് ബ്രെയിൻ എന്ന് നമ്മൾ പണ്ടും വീഡിയോ ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് ബ്രെയിൻ എന്ന് പറയുന്നത് ലോജിക്കൽ ബ്രെയിനാണ്, റൈറ്റ് ബ്രെയിൻ എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ബ്രെയിനാണ്. എന്താ ലോജിക്കൽ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോജിക്കലായിട്ട് എല്ലാ കാര്യത്തിനെ അപ്രോച്ച് ചെയ്യുന്ന, യുക്തിപരമായി മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അത്തരം ആളുകൾക്കാണ് ലോജിക്കൽ ബ്രെയിൻ ഉള്ളവരെന്ന് പറയാം. ക്രിയേറ്റീവ് ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ക്രിയേറ്റിവിറ്റി ഉണ്ടാവും, ഇന്നോവേഷൻ കൊണ്ടുവരും. കലാവാസനകൾ, പിന്നെ വരയ്ക്കാനുള്ള കഴിവ്, പെയിൻ്റ് അടിക്കാനുള്ള കഴിവ്, നല്ല ഹാൻഡ് റൈറ്റിങ്, കവിതകൾ, ഇങ്ങനെയുള്ള ക്രിയേറ്റീവായ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അത് റൈറ്റ് ബ്രെയിൻ ആണെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ലെഫ്റ്റ് ബ്രെയിൻ എന്ന് പറയുന്ന ലോജിക്കൽ ബ്രെയിൻ ഉള്ളവർ ഈ മാത്തമാറ്റിക്സ്, സയൻസ്, അത്തരം കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യും. അവർ പിന്നെ ഇമോഷൻസിനൊന്നുമല്ല പ്രാധാന്യം നൽകുക. അവർ കുറച്ചുകൂടെ ഫാക്റ്റുകൾ, നമ്പേഴ്സ്, ഡാറ്റ വെച്ചിട്ടാണ് അവരുടെ എല്ലാ അനാലിസിസ് നടക്കുക എന്നുള്ളതാണ്. റൈറ്റ് ബ്രെയിൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള റൈറ്റിങ്, പെയിൻറ്റിങ്, മറ്റ് ആർട്സുകളിലൊക്കെ ഷൈൻ ചെയ്യുന്ന, പിന്നെ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷനൊക്കെ കാണുന്നത് ലോജിക്കലി ആയിരിക്കില്ല, കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് ഇന്നോവേറ്റീവായിട്ട് ആലോചിച്ച് അങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താൻ അവർക്ക് പറ്റും. മറ്റവരാണെങ്കിൽ ലോജിക്കലിയാണ് സൊല്യൂഷൻ കണ്ടെത്തുക. ഇപ്പോൾ രണ്ട് തരം ബ്രെയിൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയ പിന്നെ അടുത്ത ചോദ്യം നമ്മുടെ ബ്രെയിൻ ഏതാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനുള്ള വഴികളിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒബ്സർവ് അവർ നാച്ചുറൽ ടെൻഡൻസീസ്. നമ്മുടെ പൊതുവായിട്ടുള്ള ടെൻഡൻസി ഏതാണെന്ന് നോക്കുക. സ്വയം തിരിച്ചറിയാവുന്നതേ ഉള്ളൂ. വളരെ ലോജിക്കലായിട്ടാണോ കാര്യങ്ങളെ കാണുന്നത്, അതല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടാണോ അത് കാര്യങ്ങളെ കാണുന്നത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. എല്ലാത്തിനും യുക്തിപരമായ ചോദ്യങ്ങളും യുക്തിപരമായ ഉത്തരങ്ങളും മാത്രമാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ബ്രെയിൻ ആണെന്നും, അതല്ല പിന്നെ കലാവാസനകളും പിന്നെ ക്രിയേറ്റീവായ ചിന്തകളും ക്രിയേറ്റീവായ ഇന്നോവേഷൻസും ഒക്കെ ആണെങ്കിൽ അത് റൈറ്റ് ബ്രെയിനുമാണെന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തെ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം തന്നെ, ഇതൊക്കെ ശരിക്കും നമുക്ക് വർക്ക്ഷോപ്പിലൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഒരു പ്രോബ്ലം കിട്ടുക കഴിഞ്ഞാൽ, ഒരു പ്രശ്നം ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ഉണ്ടാകും. അതിനെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി വളരെ ലോജിക്കലായിട്ട് അതിനെ ആദ്യം പീസാക്കി മാറ്റി വെച്ചിട്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടായാൽ ഇത് ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെയാകുമ്പോൾ അത് അങ്ങനെ സംഭവിക്കും, അങ്ങനെ ലോജിക്കലി ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ അവർ സ്വാഭാവികമായിട്ടും ലോജിക്കൽ ബ്രെയിനുള്ള ലെഫ്റ്റ് ബ്രെയിനുള്ളവരാണ്. അതേസമയത്ത് വേറെ ചില ആളുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റാരും കണ്ടെത്താത്ത വളരെ യുണീക്കായിട്ടുള്ള ഒരു സിംഗിൾ സൊല്യൂഷൻ കണ്ടെത്തും. അങ്ങനെ ഇന്നോവേറ്റീവായിട്ട് യുണീക്ക് സൊല്യൂഷൻസാണ് കണ്ടെത്തുന്നതെങ്കിൽ അത് റൈറ്റ് ബ്രെയിനാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് നമ്മുടെ ബ്രെയിൻ ഏത് തരമാണെന്ന് അറിയാൻ ഞാൻ തന്നെ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് ബ്രെയിൻ ആണോ റൈറ്റ് ബ്രെയിൻ ആണോ എന്നറിയാനുള്ള അതിനുവേണ്ടിയുള്ള ചെറിയ ടെസ്റ്റുകളുണ്ട്, ഓൺലൈൻ ക്വിസുകളൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങൾ 100% കറക്റ്റ് അല്ല എങ്കിൽ പോലും ഒരു പരിധി വരെ നമുക്ക് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആദ്യം പറഞ്ഞ രണ്ട് രീതിയിൽ നമുക്ക് ഏതാണ്ട് ലെഫ്റ്റ് ബ്രെയിൻ ആണെന്ന് തോന്നിയതിന് ശേഷം ഈ ഒരു ടെസ്റ്റും കൂടെ അറ്റൻഡ് ചെയ്യാം. അത് അറ്റൻഡ് ചെയ്യുമ്പോൾ അതും ലെഫ്റ്റ് തന്നെയാണെങ്കിൽ തീർച്ചയായും ലെഫ്റ്റ് ആയിരിക്കും. എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ശരിക്കും മൂന്നാമതൊരു തരം കൂടെ ബ്രെയിൻ ഉണ്ടെന്ന് പറയാം. നിങ്ങൾ തന്നെ ഇത്രയും നേരം വീഡിയോ കണ്ടപ്പോൾ ഞാൻ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ, റൈറ്റിൻ്റെ കുറേ സ്വഭാവം കാണിക്കാറുണ്ട്, നല്ല ക്രിയേറ്റീവായിട്ട് പലതും ചെയ്യാറുണ്ട്, ലോജിക്കലായിട്ട് ചെയ്യേണ്ട അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറയുന്ന ബാലൻസ്ഡ് ബ്രെയിൻ എന്നാണ്. രണ്ടും ഉള്ളവരാണ്. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, ഡിസൈനിങ് ഇതൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം ഡിസൈൻ ചെയ്യാൻ വേണ്ടി വളരെ ക്രിയേറ്റീവായ കാര്യങ്ങൾ വേണം, മാർക്കറ്റിങ്ങിനൊക്കെ ലോജിക്കലി വേണം. അതുകൊണ്ട് തന്നെ അത്തരം മേഖലയിൽ ഷൈൻ ചെയ്യുന്ന പല ആളുകളും ശരിക്കും പറഞ്ഞാൽ ബാലൻസ്ഡ് ബ്രെയിൻ ആയിരിക്കും. ഒരുപക്ഷെ നമ്മളൊക്കെ ഒരു പരിധി വരെ ഏതാണ് കൂടുതൽ എന്ന് പറയാൻ പറ്റില്ല, രണ്ടും ഇങ്ങനെ എടുത്ത് കളിക്കുന്നുണ്ടാകും. ഏറ്റവും കൂടുതൽ ഡൊമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലെഫ്റ്റാണ് അല്ലെങ്കിൽ റൈറ്റ് ആണെന്ന് പറയാം. ചിലർ ലെഫ്റ്റും റൈറ്റും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് ബാലൻസ്ഡ് ബ്രെയിൻ എന്നാണ് പറയാം. ഇനി നമ്മളെ ബ്രെയിൻ ഏതാണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ മെച്ചമെന്ന് വെച്ചാൽ നമ്മുടെ കരിയർ ചൂസ് ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒരു ലെഫ്റ്റ് ബ്രെയിനുള്ള, ഒരു ലോജിക്കൽ ബ്രെയിനുള്ള ആളാണെങ്കിൽ അവർക്ക് ശരിക്കും സയൻറ്റിസ്റ്റ്, അതുപോലെ എഞ്ചിനീയർ, അതുപോലെ അക്കൗണ്ടൻറ്റ്, ഫിനാൻഷ്യൽ അനലിസ്റ്റ്, അങ്ങനെ അനാലിസിസുമായി ബന്ധപ്പെട്ട ഒരു പിന്നെ മേഖലയിലേക്കാണ് അവർക്ക് പറ്റും. അതേസമയത്ത് റൈറ്റ് ബ്രെയിൻ ആണെങ്കിൽ ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റ് ആവാം, റൈറ്റർ ആവാം, അതുപോലെ മ്യൂസിഷ്യൻസ് ആവാം, അങ്ങനെ കലാപരമായ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ആ ബ്രെയിനാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ആ മേഖലയിൽ പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നേരത്തെ
പറഞ്ഞതുപോലെ ബാലൻസ്ഡ് ബ്രെയിനാണ് നിങ്ങളതെങ്കിൽ ഈ പറഞ്ഞതൊന്നും പ്രശ്നമല്ല, ആർക്കിടെക്റ്റ് ആവാൻ വേണ്ടി രണ്ടും വേണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലോജിക്കും വേണം, നല്ല ഭാവനയും വേണം. അതുപോലെ നേരത്തെ പറഞ്ഞ മാർക്കറ്റിംഗ്, സെയിൽസ്, സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്ന ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ്, ഇവരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബ്രെയിനും ഒരുപോലെ വർക്ക് ചെയ്യേണ്ടവരാണ്. അതുപോലെ പഠിക്കുന്ന രീതി ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ ലോജിക്കൽ ബ്രെയിനുകാർ വളരെ പെർഫെക്റ്റ് ആയിട്ട് കൃത്യമായ നോട്ട്, കൃത്യമായ ഓർഡർ, കൃത്യമായ പാറ്റേണിൽ മാത്രമേ പഠിക്കുള്ളൂ. അതേസമയത്ത് റൈറ്റ് ബ്രെയിനുള്ള ആളുകൾ അങ്ങനെയൊന്നുമല്ല. അവർ ഇൻട്രാക്റ്റീവ് ആയിരിക്കണം, പരസ്പരം സംസാരിക്കണം, വിഷ്വലായിരിക്കണം, കണ്ട് പഠിക്കണം, എഴുതി പഠിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഭാവനാത്മകമായിട്ടാണ് ശരിക്കും റൈറ്റ് ബ്രെയിനുകാർ പഠനത്തിൽ ഉപയോഗിക്കുന്നത്. ഇനി ഏത് ബ്രെയിൻ ആണെങ്കിലും, ലെഫ്റ്റ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും, അത് ജന്മന അങ്ങനെയാണെങ്കിൽ പോലും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്ക് ബൈ പ്രാക്ടീസ്, ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ശരിക്കും ലെഫ്റ്റ് ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള പ്രാക്ടീസ് ഉണ്ട്, റൈറ്റ് ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള പ്രാക്ടീസ് ഉണ്ട്. അത്തരം പ്രാക്ടീസുകൾ, ബ്രെയിൻ ജിമ്മുകളൊക്കെ ചെയ്തിട്ട് ശരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണോ കുറവുള്ളത് ആ ഭാഗത്തെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ശരിക്കും ബ്രെയിനിൻ്റെ വലിയൊരു പ്രത്യേകത ആണല്ലോ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. പലതവണ നമ്മൾ കേട്ടിട്ടുണ്ടാവാം. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് മിറർ ന്യൂറോൺസ് ആണ്. ശരിക്കും ഇപ്പം നല്ല എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു സങ്കടമുള്ള സ്ഥലത്ത് ചെന്നിരിക്കുമ്പോൾ അപ്പം മറ്റുള്ളവരൊക്കെ കരയുകയാണെങ്കിൽ നമുക്കും കരച്ചിൽ വരും. അത് അവരുടെ ബ്രെയിൻ വേവ്സ് നമ്മളും കൂടെ അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയാം. അതേപോലെ ഭയങ്കര സന്തോഷത്തിൽ ചിരിക്കുന്നതാണെങ്കിൽ നമുക്കും ചിരി വരുന്നത് ശരിക്കും ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയാണ്. അത് അങ്ങനെ തന്നെ കോപ്പി ചെയ്യുന്നതാണ്. ആ അന്തരീക്ഷത്തിൽ നമ്മൾ അറിയാതെ നമ്മൾ കോപ്പി ചെയ്യും. ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മൾ സിനിമയാണെന്നറിയാം, അഭിനയിക്കുന്നതാണ് അറിയാം, ഇതൊക്കെ അറിയാമെങ്കിലും അതിൽ സങ്കടകരമായ സീന് കാണുമ്പോൾ നമ്മൾ പോലും കരഞ്ഞു പോകുന്നതൊക്കെ മിറർ ന്യൂറോൺസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ മിറർ ന്യൂറോൺസിനെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാത്ത് വേ ക്രിയേറ്റ് ചെയ്യലാണ്. നിരന്തര പരിശീലനത്തിലൂടെ നമുക്ക് ഏത് കാര്യവും നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഒരു പാത്ത് വേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഏത് സ്കില്ല് നേടണമെങ്കിലും അതിന് പരിശീലനം കൂടിയേ തീരും. അതിനിടയ്ക്കൊരു ചോദ്യം ചോദിക്കാം, നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. മറ്റൊന്നുമല്ല, ലോകപ്രശസ്തനായ ഐൻസ്റ്റീൻ, ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനാണ് ഐൻസ്റ്റീൻ ഏത് ബ്രെയിനുകാരനായിരിക്കും? ലോകപ്രശസ്തനായ പെയിൻറ്റർ അല്ലെങ്കിൽ ചിത്രകാരൻ ഡാവിഞ്ചി ഏതായിരിക്കും ബ്രെയിൻ? റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ? ഇനി അതല്ലെങ്കിൽ നമുക്ക് ആപ്പിളിൻ്റെ സ്ഥാപകൻ സ്റ്റീവ് ജോബ്സ് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ, ബാലൻസ്ഡ് ബ്രെയിൻ ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതേപോലെ നമുക്ക് ഈ ബ്രെയിൻ എങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിരന്തരമായിട്ട് ക്യൂരിയസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് പഠിക്കാനുള്ള ഒരു ത്വര നമുക്കുണ്ടെങ്കിൽ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. രണ്ടാമത്തത് നല്ല എക്സസൈസാണ്. നല്ല എക്സസൈസാണ്. ബോഡി എപ്പോഴും ക്ലിയർ ആയിരിക്കുക. കാര്യം വെച്ചാൽ ബോഡിയുടെ 70% വാട്ടറാണ്, അത് ബ്രെയിനിലും അതുപോലെ തന്നെയാണ് ഫാറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൃത്യമായിട്ട് എക്സസൈസ് ചെയ്തിട്ട് നമുക്ക് ഓക്സിജനൊക്കെ ആവശ്യത്തിന് ബ്രെയിനിലെത്തണം. അതുപോലെ നല്ല ബാലൻസ്ഡ് ഡയറ്റ്, നട്ട്സ്, ഫിഷ്, അതുപോലെ ഇലക്കറികൾ, അത്തരം സാധനങ്ങളൊക്കെ ബ്രെയിനിന് ഹെൽത്തി ആവുമെന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇതൊന്നുമല്ല, ആവശ്യത്തിന് ഉറങ്ങുക എന്നുള്ളതാണ്. ശരിക്കും കുഞ്ഞു മക്കൾ മുതൽ ഓർത്തു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ വാവുകൾ, പ്രസവിച്ച ഉടനെയുള്ള വാവുകൾ ശരിക്കും 18 മണിക്കൂർ 20 മണിക്കൂറൊക്കെ ഉറങ്ങും. പിന്നെ അതിങ്ങനെ പ്രായം കൂടുമ്പോൾ 16 മണിക്കൂറായി, 15 മണിക്കൂറായി, 14 അങ്ങനെ വരുന്നു. ഒരു അഡൾട്ട് 6 to 8 hours വരെ ഉറങ്ങണം എന്ന് പറയാം, അവരുടെ വർക്കിൻ്റെ ഒക്കെ ലോഡ് അനുസരിച്ച്. അങ്ങനെ കൃത്യമായ ഉറക്കമുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ നല്ല സ്റ്റിമുലേറ്റ് ചെയ്തിട്ടുണ്ടാകും. ബ്രെയിൻ 2 ഹെമിസ്ഫിയറായിട്ട് തന്നെ നിൽക്കുന്നത്, ലെഫ്റ്റും റൈറ്റും ആയിട്ട് 2 ഹെമിസ്ഫിയർ ഉണ്ട്. നമ്മൾ ബയോളജി ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അതിനകത്ത് ഒരു ഹെമിസ്ഫിയറാണ് ശരിക്കും ലോജിക്കൽ ബ്രെയിൻ എന്നും, മറ്റേതാണ് ക്രിയേറ്റീവ് ബ്രെയിനും അല്ലെങ്കിൽ ഭാവനാത്മകമായ ബ്രെയിൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതങ്ങനെയല്ല എന്ന് പറയുന്നവരുണ്ട്. രണ്ടിനും പറയുന്ന ആളുകൾക്ക് തെളിവുമുണ്ടെന്നുള്ളതാണ്. എന്തായാലും വായിച്ച് അറിഞ്ഞ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു മാത്രം. എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്ക് നിർത്തുന്നു. സ്നേഹപൂർവ്വം ഞാൻ മുജീബ്, MT വ്ളോഗ്.